ഇനി നമ്മൾ 16ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. സോ 16ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നോക്കിക്കുക മക്കളെ, ഇത് ബൈനോമിയൽ തിയറത്തിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ് കേട്ടോ. സോ അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, ഫോർ സം n equal to 10 let the coefficients of 5th, 6th and 7th terms in the binomial expansion. Fifth coefficient of 5th, 6th and 7th term in the binomial expansion of 1 plus x whole raised to n plus 4 be in AP. Then the largest coefficient expansion. ഈ ചോദ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ ഒരു ചോദ്യം നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. സോ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഇത് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ അപ്പം നമുക്കൊന്ന് നോക്കാം. സോ അപ്പം നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, കോയിഫിഷ്യൻസ്. അപ്പം ഏതൊക്കെയാണ്, 5th, 6th and 7th ടേം. ഓക്കെ, സോ 1 plus x whole raised to n plus 1 plus x whole raised to n plus 4 ആണ് നമ്മുടെ ബൈനോമിയൽ. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോയിഫിഷ്യൻസ് എത്ര കിട്ടും, 5th, 6th and 7th ആണ്. സോ അപ്പൊ നമുക്ക് n plus 4 c4, അതുപോലെ തന്നെ n plus 4 c5, then n plus 4 c6, ഇത്രയായിരിക്കും എന്താ നമുക്ക് കോയിഫിഷ്യൻസ്. അപ്പൊ ഇതെല്ലാം എ പിയിലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയാം എ ബി സി റൈൻ എ പി ആണെങ്കിൽ 2b equal to a plus c നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സോ അത് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, 2 into n plus 4 c5 equal to നമുക്ക് n plus 4 c4 plus n plus 4 c6 എന്ന് എന്ത് ചെയ്യാം നമുക്ക് കൊടുക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ ഇത് കുറച്ചുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ 2 വെച്ച് എന്ത് ചെയ്തു, ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇവിടെ വരുമ്പോഴത്തേക്കും ഇത് എന്തായി മാറും. ഓക്കെ, സോ ഇവിടെ നമുക്കിപ്പോൾ 4, ഞാൻ ഇത് കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ n plus 4 c5 വരും. സോ ഇവിടെ നമുക്ക് n plus 4 c4 പ്ലസ് ഇത് n plus 4 c5, ദെൻ ഇവിടെ നമുക്ക് n plus 4 c5 പ്ലസ് n plus 4 c6 എന്ന് പറയും. നോക്കിക്കേ മക്കളെ, കറക്റ്റ് ആയോ? ഇപ്പം ക്ലിയർ ആയില്ലേ? ഇപ്പം നമുക്ക് ആ രീതിയിൽ നമുക്ക് ഇതിനെ എഴുതാം. സോ ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവനെ ഒന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു. സോ നമുക്ക് നമ്മുടെ കോമ്പിനേഷന്റെ ഫോമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സോ 4 into n plus 4 c5 equal to n plus 5 c5 plus n plus 5 c6. ഇത് നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, 4 into n plus 4 factorial divided by 5 factorial into n minus 1 factorial. Then ഇത് നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് n plus 6 factorial divided by 6 factorial into n factorial എന്ന് വരും. സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് നമ്മളിവിടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 into n plus 6 then n plus 5 divided by 6 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യണം കേട്ടോ. ഓക്കെ, എല്ലാം ഞാൻ സിംപ്ലിഫൈ ചെയ്ത് എല്ലാ സ്റ്റെപ്പ് എഴുതുന്നില്ല. ഇതിനെ ഇനി സോൾവ് ചെയ്ത് നമുക്ക് n സ്ക്വയർ പ്ലസ് 11n പ്ലസ് 30 ഈക്വൽ ടു 24n എന്ന് വരും. സോ ഇപ്പോൾ ഇത് n സ്ക്വയർ മൈനസ് 13n പ്ലസ് 30 എന്ന് കിട്ടും. സോ ഇവിടെ n ഈക്വൽ ടു നമുക്ക് 3 എന്നും n ഈക്വൽ ടു 10 വരും. 10 എടുക്കാൻ പാടില്ല എന്ന് നമുക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആദ്യമേ n നോട്ട് ഈക്വൽ ടു 10 എന്ന് പറയുന്നുണ്ട്. സോ n ഈക്വൽ ടു 3 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് അല്ലേ. സോ n ഈക്വൽ ടു 3 നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ലാർജസ്റ്റ് ബൈനോമിയൽ കോഎഫിഷ്യന്റ് എന്ന എക്സ്പാൻഷൻ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പം 1 പ്ലസ് എക്സ് ഹോൾ റേഷ്യോ ഇപ്പൊ n നമുക്ക് 3 കിട്ടിയുണ്ട്. 4 പ്ലസ് 3 7 ആണ് കിട്ടുന്നത്. ഇതിന്റെ ലാർജസ്റ്റ് കോഎഫിഷ്യന്റ് കേട്ടോ, ലാർജസ്റ്റ് കോഎഫിഷ്യന്റ് ഇൻ ദ എക്സ്പാൻഷൻ. ഇതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അല്ലെ, എക്സ്പാൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കത് എത്ര കിട്ടും, കോഎഫിഷ്യന്റ് 7c4 വരും, അല്ലെങ്കിൽ 7c3 എന്ന് തന്നെ എഴുതാം നമുക്ക്. സോ അത് എത്ര കിട്ടും, 35 കിട്ടും. സോ 35 ആണ് നമ്മളുടെ ആൻസർ. ഓക്കെ, എത്ര വരും, 35. ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ.